ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ആന്റിബയോട്ടിക് മരുന്നുകൾ കിട്ടാനില്ലെന്ന് പരാതി. മരുന്നുകൾ ലഭിക്കാതെ രോഗികൾ വലയുന്നു. പ്രതിദിനം ആയിരക്കണക്കിന് രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ അവസ്ഥ. തീരദേശവാസികളുടെ ഏക ആശ്രയ കേന്ദ്രമാണ് താലൂക്ക് ആശുപത്രി. പനി, ജലദോഷം എന്നീ രോഗങ്ങൾക്ക് പോലും ആശുപത്രിയിൽ പലപ്പോഴും മരുന്നില്ലാത്ത അവസ്ഥയാണത്രേ. ഡോക്ടർമാരുടെ മരുന്നുകുറിപ്പുമായി ഫാർമസിയിൽ എത്തുമ്പോഴാണ് മരുന്നുകൾ ഇല്ലെന്ന മറുപടി ലഭിക്കുന്നത്. മരുന്ന് സ്റ്റോക്കില്ലെന്നും പുറത്തുനിന്നുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങണമെന്നും പറഞ്ഞ് ഇപ്പോൾ രോഗികളെ മടക്കി വിടുകയാണ്. ഇതോടെ ചികിത്സ തേടിയെത്തുന്നവർ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്നും മരുന്നുകൾ ലഭിക്കാത്ത അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകൻ ഹക്കീം ഇംബാർക്ക് പറഞ്ഞു. ഒരാഴ്ച മുമ്പ് അസുഖം ബാധിച്ച് ആശുപത്രിയിലെത്തിയപ്പോൾ തനിക്ക് ഡോക്ടർ കുറിച്ചു നൽകിയ ആന്റിബയോട്ടിക് മരുന്ന് ഇവിടെ നിന്നും തനിക്ക് ലഭിച്ചില്ല. തുടർന്ന് മറ്റൊരു ആന്റിബയോട്ടിക് ഡോക്ടർ കുറിച്ചു നൽകിയെങ്കിലും അതും ഇവിടെ ഇല്ലെന്ന മറുപടിയാണ് ഫാർമസിയിൽ നിന്നും ലഭിച്ചതെന്ന് ഹക്കീം ഇംബാർക്ക് പറഞ്ഞു. ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റല്, ചാവക്കാട് താലൂക്കിന്റെ തന്നെ വ്യത്യസ്ത മേഖലയിൽ നിന്ന് നിരവധി ആളുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ മെഡിസിൻ ഇല്ല എന്നുള്ള വർത്തമാനമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോഴൊക്കെ രോഗികൾ ലിസ്റ്റ് വന്ന് കാണിച്ച് മെഡിസിൻ ഇല്ല, സ്റ്റോക്ക് ഇല്ല എന്നാണ് ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന മറുപടി. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ എൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ 2 തരം ആൻറ്റിബയോട്ടിക് എഴുതിയിട്ട് രണ്ടും അവിടെ ഉണ്ടായില്ല. ഒരെണ്ണം എഴുതി അതില്ല എന്നാണ്, അപ്പോൾ അടുത്തതെന്ന് എഴുതി അതുമില്ല. ഇന്ന് ഞാൻ പോയിട്ട് വീണ്ടും ഒരു ആൻറ്റിബയോട്ടിക് എഴുതി, അപ്പോൾ അതും അവിടെ ഇല്ല. ഞാനത് വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ മെഡിസിൻസ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുമില്ല അവിടെ. അപ്പോൾ 4 തരം മെഡിസിൻസ് നിലവിൽ ആൻറ്റിബയോട്ടിക് തന്നെ അവിടെ ഇല്ല. അന്വേഷിച്ചപ്പോൾ പറയണത് മെഡിസിൻ വരണ്ട്, സ്റ്റോക്ക് എത്തിയിട്ടില്ല, വന്നാൽ വരും എന്നാണ്. പക്ഷേ ഈ വർത്തമാനം തന്നെ കേട്ടു തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയിലധികമായി. ഞാനവിടെ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ അവിടെ മറ്റു ലൈനിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട് അവർക്കും കുറേ ദിവസങ്ങളായിട്ട് മരുന്നുകൾ കിട്ടണില്ല. അപ്പോൾ ആ ഒരാഴ്ച നേരായി, ഏകദേശം 10 ദിവസത്തിന് മേലായപ്പോൾ ഈ മെഡിസിൻ കിട്ടാത്ത അവസ്ഥ വന്നിട്ട് ഇത്ര അധികം ദിവസങ്ങൾ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും നല്ല ഫെസിലിറ്റി വന്നിട്ടുള്ള ചാവക്കാട് ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു പ്രവർത്തനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്. അവർക്കത് കിട്ടാതെ വരുമ്പോൾ പിന്നെ അവർ പുറത്തേക്ക് പോകേണ്ടി വരുന്നുണ്ട്. ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട ഒരു കാര്യമായ ശ്രദ്ധ പുലർത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മരുന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ എത്രയും വേഗം കൈക്കൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.